മലയോര ഹൈവേ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നുവെന്ന് പരാതി. നിർമ്മാണം തുടങ്ങിയ സമയമുണ്ടായിരുന്ന തൊഴിലാളികളുടെയും മെഷീനറികളുടെയും 1/4 മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഇതോടെ ശബരിമല തീർത്ഥാടകരുടെ അടക്കം വാഹനങ്ങൾ ഏറെ ബുദ്ധിമുട്ടിയാണ് ഇതുവഴി കടന്നുപോകുന്നത്. കാഞ്ചാർ ലെബക്കട മുതൽ ചപ്പാത്ത് വരെ ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് മെല്ലെപ്പോക്കിൽ തുടരുന്നത്. ഇതോടെ നിരവധി വാഹനയാത്രികരാണ് ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. പ്രധാനമായും കലിങ്ക് നിർമ്മാണമാണ് വൈകുന്നത്. കലിങ്ക് നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ വൺ വേ സംവിധാനം ക്രമീകരിച്ചിട്ടുണ്ട്. എന്നാൽ നിരവധിയായ വാഹനങ്ങൾ എത്തുന്നതോടെ ഗതാഗത തടസ്സം രൂക്ഷമാകും. മാത്രമല്ല, പല സ്ഥലങ്ങളിലും റോഡ് പൊളിച്ചിരിക്കുന്നതും പഴയ പാത പൂർണ്ണമായി തകർന്നിരിക്കുന്നതും ഗതാഗതക്കുരുക്ക് വർദ്ധിക്കുന്നതിനും വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതിനും കാരണമാകുന്നുണ്ട്. തൊഴിലാളികളുടെ കുറവാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് വിവരം. യഥാസമയം ബില്ല് മാറി കിട്ടാതായതോടെ ഉപകരാർ ഏറ്റെടുത്തിരിക്കുന്ന പലരും പണി ഉപേക്ഷിച്ചു പോയി. ഇതോടെ ബുദ്ധിമുട്ടിലായിരിക്കുന്നത് യാത്രക്കാരാണ്. കട്ടപ്പന മുതൽ ലെബക്കട വരെ ആദ്യഘട്ട ടാറിംഗ് നടത്തിയെങ്കിലും തുടർന്നുള്ള ഭാഗങ്ങളിൽ മണ്ണുപടികൾ നടക്കുന്നതേയുള്ളൂവെന്ന് കോൺഗ്രസ് അയ്യപ്പൻകോവിൽ മണ്ഡലം പ്രസിഡന്റ് ജെയിംസ് കാപ്പൻ പറഞ്ഞു. 1000-1500 വാഹനങ്ങളാണ് ഒരു ദിവസം അയ്യപ്പന്മാരുടെ വാഹനങ്ങൾ യാത്ര ചെയ്യുന്നത്. സ്കൂൾ കുട്ടികളുടെ വേറെ, അതുപോലെ ടൂറിസം മേഖലയിലേക്ക് വരുന്ന ആൾക്കാരുടെ വേറെ. ഇത് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് അറിയാൻ പറഞ്ഞത്, അല്ലെങ്കിൽ മനസ്സിലായത്, ഇത് ഏത് ഗവൺമെൻറ്റാണോ ആ ഗവൺമെൻറ്റുകൾ ഇവർക്ക് ആവശ്യമായ ഫണ്ട് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ പേരിൽ ഈ പണികൾ ബ്ലോക്കായി എന്നുള്ളതാണ്. ഇതിൻ്റെ പേരിൽ നാളെ ജനകീയ പ്രക്ഷോഭം ഉണ്ടാകും എന്ന് ഈ നാട്ടിലെ ഒരു സാധാരണ പൗരനെന്ന രീതിയിൽ ഞങ്ങൾ അറിയിക്കുകയാണ്. ഒപ്പം മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡരികിലെ നിരവധി വീടുകളുടെ മുൻവശത്തെ തിട്ട ഇടിക്കുകയും വീടുകളിലേക്ക് കയറുന്ന വഴികളടക്കം പൊളിച്ച് ഇട്ടിരിക്കുകയുമാണ്. സമയബന്ധിതമായി പണി തീർക്കാത്തതിനാൽ ഈ കുടുംബങ്ങളും പ്രതിസന്ധിയിലായി. കട്ടപ്പനയിൽ നിന്നും ഏറ്റവും അധികം തിരക്കുള്ള പാതയാണിത്. കൂടാതെ ശബരിമല തീർത്ഥാടകരും കോട്ടയം മെഡിക്കൽ കോളേജിലേക്കുള്ള ആംബുലൻസുകളും ഇതുവഴിയാണ് കടന്നു പോകുന്നത്. ഇക്കാര്യങ്ങളെല്ലാം പരിഗണിച്ച് പാതയുടെ നിർമ്മാണം വേഗത്തിലാക്കണമെന്ന ആവശ്യവും ശക്തമാണ്.